തിരക്കിലായിരുന്നു, കുഴപ്പമേ കിട്ടിയില്ല. വലിയ കാൺബഹദൂർ ആളായിരുന്നു. കിട്ടിയ പറഞ്ഞു, പൊന്നാനി പുതു മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥാപനം ഉണ്ടാക്കണം, എന്തെങ്കിലും തരണം പൈസ. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ അതൊന്നും പറഞ്ഞാൽ മുസ്ലിയാർ എൻ്റെ തലയിപ്പോ പോവില്ല എന്ന് പറഞ്ഞു. എന്തേന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ നിലമ്പൂർ കോവിലകത്ത് നിന്ന് ലക്ഷണമൊത്ത ഒരു ആനയെ വാങ്ങിക്കൊണ്ടുവന്നു. വാഴക്കാടെത്തിയപ്പോൾ മരം പൊട്ടിപ്പോയി. നിലമ്പൂർ കോവിലകത്ത് നിന്ന് വിൽക്കില്ല എന്ന് പറഞ്ഞു കാനയായിരുന്നു. പക്ഷെ ആ ആനയെ ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ കാര്യസ്ഥൻ തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വലിയ നമ്പൂരി പറഞ്ഞു, അയാളെ മുഖം കണ്ടിട്ട് എങ്ങനെ തരില്ല എന്ന് പറയാ, അയാൾ കൊടുത്തേക്കും. അങ്ങനെ നിലമ്പൂരിലെ കോവിലകത്തുനിന്ന് ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന ഒരിക്കലും മരം പൊട്ടാൻ സാധ്യതയില്ലാത്ത ലക്ഷണമത്ത ആന വാഴക്കാട് വന്നപ്പോ മരം പൊട്ടിയിട്ട് ചാലിയാറിന്റെ തീരത്ത് മനുഷ്യനെ പേടിപ്പിച്ചോടുകയാ. ദിവസം 3 എനിക്ക് ആ ബേജാറിലാണ്. നിങ്ങളെ വിഷയം എന്റെ തലേ കയറില്ല. അപ്പൊ കുഞ്ഞിബാ മുസ്ലിയാർ പറഞ്ഞത്രേ, ആന എനിക്കൊന്ന് കാണിച്ചു തന്നാ മതി, അത് പ്രശ്നമില്ല. ആനയെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അപ്പോൾ പറഞ്ഞു, ഒരു പനമ്പട്ടയും കുറച്ച് പനൻ ശർക്കര ഇങ്ങോട്ട് എടുക്കൂ. പനൻ ശർക്കരയും പനമ്പട്ടയും കൊണ്ടുവന്നു. ആ പനൻ ശർക്കരയിൽ ബഹുമാനപ്പെട്ട കുഞ്ഞിമ്പാ മുസ്ലിയാർ ആ പനൻ ശർക്കര എങ്ങനെ കൈ പിടിച്ച് ചൊല്ലി, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി വസ്വഹ്ബിഹി ഹഖ ഖദരിഹി വമിഖ്ദാരിഹിൽ അലീം. ഇതിനെ സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറയും. ഏത് മോട്ടുള്ളതിനെയും തളക്കാൻ അതിന് കഴിയും. ഭയങ്കര പനം ശർക്കര പനമ്പട്ടയിലാക്കി അതും കൊണ്ടുപോയി ആനയെ കയറ് പിടിച്ചു പോന്നു കുഞ്ഞിമ്പാ മുസ്ലിയാർ. കുഴപ്പയും പാഴക്കാട്ടുകാരും അത്ഭുതപ്പെട്ടു. ആ ആനയെ കുഞ്ഞിമ്പാ മുസ്ലിയാര് കൈപിടിച്ചു കൊണ്ടുവന്നത് പോലെ കുഞ്ഞിമ്പാ മുസ്ലിയാര് കുഴപ്പത്തൊടിക കൈപിടിച്ച് പത്തായത്തിൽ കൊണ്ടുവന്നിട്ട് പത്തായത്തിലുള്ള വെള്ളി ഉറുപ്പിക മുഴുവനും ചാക്ക് കെട്ടി കാര്യസ്ഥന്മാരെയും പണിക്കാരെയും ഏൽപ്പിച്ച് പൊന്നാനിയിലേക്ക് ഏറ്റി. ആ പൈസ കൊണ്ടാണ് പൊന്നാനി മഴൂനത്താദ്യമായി സ്ഥാപിച്ചത്. ഇതാണ് ഭൂമിയിൽ നന്മ ചെയ്യുന്നവരെ പറ്റി ഭൂമിയിൽ ഓരോ വസ്തുവിനും ബോധമുണ്ട്. അതാണത്. 1900 കുഞ്ഞിമ്പാ മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി. ഏഷ്യയിൽ ഇന്ന് അങ്ങനെ ഒരു സ്ഥാപനമില്ല. ഏഷ്യയിൽ കുഴപ്പ പൈസ കൊടുത്തു, അതിന് കണക്കാക്കിയിട്ട് കുഴപ്പ ആനയെ വാങ്ങി. അതാണ് തൗഫീഖ്. അതിന് കണക്കാക്കിയിട്ട് ആനക്ക് മരം പൊട്ടി. അതിന് കണക്കാക്കിയിട്ട് കുഞ്ഞിമ്പാ മുസ്ലിയാർ വന്നു. ചിന്തിക്കും, ഒരു സലാത്ത് ഇത്രേ ഉള്ളൂ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി വസ്വഹ്ബിഹി ഹഖ ഖദരിഹി വമിഖ്ദാരിഹിൽ അലീം. ഇത് യൂറോപ്യർക്ക് കഴിയുന്ന ഇല്യൂഷൻ ഇന്ത്യ അല്ല, ഇത് കൺകെട്ടല്ല, ഇത് ഹക്കാണ്. ഇതേതെങ്കിലും മജീഷ്യന്റെ കൺകെട്ടല്ല. എന്റെ മൻ ഖാഫല്ലാഹ് ഖാഫഹു കുല്ലു ശൈ. അപ്പോൾ കാര്യം മനസ്സിലാക്കാം. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങുന്നു. യജൂജിന്റെയും യജൂജിയൻ സംസ്കാരത്തിന്റെയും സാന്നിധ്യമാണ് ബറക്കത്ത് നഷ്ടപ്പെടുത്തിയത്. നമ്മളിൽ പെട്ടവർ തന്നെ യജൂജികളെ വാരിപ്പുളർന്നപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ അടുത്ത തലമുറ പഠിക്കുന്നത് നാശമായി. നമ്മൾ തന്നെയും യജൂജികളെ നമ്മളിൽ പെട്ടവർ വാരിപ്പുണർന്നു. അപ്പോൾ എന്തുണ്ടായി? ഇതിനേക്കാൾ വലിയവരുണ്ടായിട്ട് യജൂജികൾ ഇവിടെ ഉണ്ടായിട്ട് പാഠപുസ്തകങ്ങളിൽ തൊടാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ആ യജൂജികളെ നിരാകരിക്കുന്ന ഒരു ജനത ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അവരെ കൂടെ അവരെ തൃപ്തിപ്പെടുത്തുന്ന താല്പര്യത്തിന്റെ പിന്നിൽ അവർക്ക് മുന്നിൽ ഇതാ മുസ്ലിമീങ്ങളെ പള്ളിയുടെ മെഹ്റാബിൽ അള്ളാഹുവിന്റെ കെലിമത്ത് തൗഹീദിന്റെ പ്രാധാന്യം പറയാൻ പാടില്ലാന്ന് എത്രയെത്ര പള്ളിയുടെ മുന്നിൽ മുസ്ലിമീങ്ങൾ ബോർഡ് വെച്ചു. എന്താണ് കാരണം? യഹൂദികൾ അവരെ സ്വാധീനിച്ചു. നമുക്ക് നമ്മളെ പറ്റി അറിയില്ല.
ഞാൻ എന്നെ കൊല്ലുന്നു, നീ നിന്നെ കൊല്ലുന്നു, അവനെ കൊല്ലുന്നു, അവരവരെ കൊല്ലുന്നു, നിങ്ങൾ നിങ്ങളെ കൊല്ലുന്നു, ഞങ്ങളെ കൊല്ലുന്നു. അതൊരു കവിത. ചിന്തിക്ക്. അതുകൊണ്ട് ചിന്തിക്കണം മുഅ്മിനീങ്ങളെ. തെമ്മാടിത്തരത്തിന്റെ പുത്തൻ ശീലികളാണ് വന്നത്. കള്ളു കുടിക്കുന്നവന് തൗബ കിട്ടിയാലും എങ്ങനെ നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്നവന് തൗബയുണ്ടാകും? അല്ലാഹു കാക്കട്ടെ. അതിന്റെ കൂടെ നിൽക്കുന്നവർക്ക് എങ്ങനെ ഉണ്ടാവും? അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്തുകൊണ്ട്? വളരെ ചിന്തിക്കണം. അല്ലാഹുവിന്റെ ഇസ്സത്താണ് ഏറ്റവും പ്രധാനം. ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉലിയാ. അല്ലാഹുവിന്റെ കലിമത്തിന് വേണ്ടി പണിയെടുക്കണം. നമ്മളെ താല്പര്യത്തിന് വേണ്ടിയല്ല, നമ്മളെ ജാഹിന് വേണ്ടിയല്ല, നമ്മളെ നേട്ടത്തിന് വേണ്ടിയല്ല. ഖുൽ മതാഉ ദുനിയാ ഖലീൽ, ഖുൽ മതാഉ ദുനിയാ ഖലീൽ. ഈ 10,000-കണക്കിന് പുരുഷാരത്തെ മുൻനിർത്തിയിട്ട് ഞാൻ പറയുന്നു, ഈ വിഷയം ഞാൻ കൊണ്ടുവന്നത് ഇത് പറയാൻ വേണ്ടി തന്നെയാണ്. നമ്മൾ നമ്മളെ കൊല്ലുന്നു, നാം നമ്മെ കൊല്ലുന്നു, നീ നിന്നെ കൊല്ലുന്നു. എടാ, നീ നിന്നെ കൊല്ലുകയല്ലേ? നിന്റെ കുട്ടി നിരീശ്വരവാദം പഠിച്ചാല് അധിക വായനക്ക് വേണ്ടി 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അധിക വായനക്ക് വേണ്ടി കൊടുത്തത് കേദാമോദരന്റെ പാട്ടബാക്കിയാ. എന്താ കേദാമോദരന്റെ പാട്ടബാക്കി? അമ്മയോട് കുട്ടി ചോദിക്കാം, മോനെ അമ്മേ നമ്മളെങ്ങനെ ദരിദ്രരായത്? അപ്പോൾ അമ്മ പറയും, നമ്മള് അങ്ങനെ ദൈവനിശ്ചയമല്ലേ. അപ്പോൾ പറയും, ഇല്ലത്തവരൊക്കെ നല്ല പണക്കാരാണല്ലോ, അതും ദൈവനിശ്ചയമാണ്. അപ്പോൾ കുട്ടി അമ്മയോട് പറയാ, വല്ലാത്തൊരു വകഭേദമുള്ള ദൈവം, വല്ലാത്തൊരു ക്രൂരനായ ദൈവം, ഞാൻ വലിയരാവട്ടെ, ഈ ദൈവത്തോട് ഞാൻ പകരം വീട്ടും. ഇത് ഭാരതീയ സംസ്കാരമല്ല, യൂറോപ്യൻ സംസ്കാര. ഇത് യൂറോപ്യൻ സംസ്കാരമാകുന്നു. പക്ഷേ അതിന് നമ്മൾ തോല് വെച്ചാൽ എന്തുണ്ടാകും? അതിന് നമ്മൾ തോല് വെച്ചാല്, അതിന് ബാപ്പ തോല് വെച്ചാല് ബാപ്പ തുള്ളിയതിനനുസരിച്ച് മക്കൾ തുള്ളും. ഒരിക്കൽ താവൂസ് ഒന്ന് അഹങ്കാരത്തിൽ തുള്ളി, അപ്പോൾ പിന്നെ മക്കളും അങ്ങനെ തന്നെ എന്നും തുള്ളാൻ തുടങ്ങി. ഒരു കവിതയാ, നല്ല രസമുള്ള കവിതയാ. കുറച്ച് ഇപ്പം ആലോചിക്കണ്ട, പോയിട്ട് ആലോചിക്കുക, ബസ്സിലിരുന്ന് ആലോചിച്ചു എന്താണത്. ഒരിക്കൽ താവൂസ് ഒന്ന് അഹങ്കാരത്തിൽ തുള്ളി, പിന്നെ കുട്ടികൾ എന്നും അങ്ങനെ തുള്ളാൻ തുടങ്ങി. ബാപ്പ തുള്ളിയതുപോലെ മക്കൾ തുള്ളും. ബാപ്പ എന്ന് പറഞ്ഞാല് സംസ്കാരത്തിന്റെ ബാപ്പയുണ്ട്, ആദർശത്തിന്റെ ബാപ്പയുണ്ട്, വിപ്ലവത്തിന്റെ ബാപ്പയുണ്ട്. കുല്ലു നബിയിൻ അബൂ ഉമ്മത്തിഹി, പ്രവാചകത്വത്തിന്റെ ബാപ്പയുണ്ട്, നന്മയുടെ ബാപ്പയുണ്ട്, തിന്മയുടെ ബാപ്പയുണ്ട്. അബുൽ ജാൻ ഇബ്ലീസാൻ, പൽജാതി ബാപ്പയുണ്ട്. അതാണ് ബാപ്പ എങ്ങനെ പഠിപ്പിച്ചോ അങ്ങനെയായിരിക്കും മക്കൾ പെരുമാറുക. ചിന്തിക്കണം. ഈ യജൂജികളെ നമ്മളിങ്ങനെ കൂട്ടിപ്പുണർന്നിട്ട് അല്ലാഹുവേ യജൂജികളിൽ നമ്മൾ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നേരെ കണ്ണൂർക്കുള്ള ബസ് കയറിയിട്ട് മഞ്ചേരിക്ക് എത്തട്ടെ എന്ന് ദ്വാ ചെയ്യും പോലെയാകുന്നു. അങ്ങനെയാണ്. ഒരു വണ്ടിക്ക് 2 ഡ്രൈവർ ഉണ്ടാകരുത്. ഒരു ഡ്രൈവർ നേരെ കണ്ണൂർക്കും വിട്ടു, ഒരു ഡ്രൈവർ നേരെ മഞ്ചേരിക്ക് വിട്ടു. നടക്കൂല. ആ വണ്ടിയിൽ എങ്ങോട്ട് പോകണമെന്ന താല്പര്യക്കാരാകണം വണ്ടിയിൽ. ചില ആളുകൾക്ക് പോകണം എന്നുണ്ടാവുള്ളൂ, ചിലർക്ക് ഊട്ടി പോകണമെന്നാവും താല്പര്യം, ചിലർക്ക് ഏറുവാടി പോകണമെന്നാണ് താല്പര്യം. രണ്ടും 2 താല്പര്യമാണ്. എല്ലാവരും കൂടി ഒരുമിച്ചൊരു വണ്ടിയിൽ പോയാൽ നടക്കുന്ന കാര്യമല്ല. അത് വണ്ടി പകുതി വെച്ച് മടങ്ങിയിട്ട് നേരം പോവാന്നല്ലാതെ അതിൽ നേട്ടം ഉണ്ടാവില്ല. ഒരു വണ്ടി കുറച്ച് മതി. നോഹ് നബിയുടെ വണ്ടിയിൽ ആകെ ഉണ്ടായിരുന്നത് കുറഞ്ഞ ആളായിരുന്നു. എന്നിട്ട് ഈ സംസ്കാരമൊക്കെ ഉണ്ടായില്ലേ? ആള് കുറഞ്ഞിട്ടും ഉള്ള ഒരു ആത്മാർത്ഥത ഉള്ളവരാ, അത് മതി. അതുകൊണ്ട്
أربعة من الطيور طير طاووس نادي كن غراب ناسر كبر وشهوات وحرص والوجب وهذه أخلاق أصحاب الكرب نفائس الدرى كتاب الأركياء جوهرة التوحيد رزق الأصفياء هذه الثلاثة حفظها في البال حتى زوال